Hi, hello guys, welcome back to my YouTube channel NN Vlogs. Finally, the most awaited videos here, SSLC result week vlog. So let's go to the video. ഈ 8 SSLC റിസൾട്ട് ദിവസം ഇങ്ങനെ ടി വിയിൽ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ടി വി ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇങ്ങനെ ചുമ്മാ ടോട്ടലായിട്ടുള്ള വിജയ ശതമാനം എത്ര പേർക്ക് A+ ഉണ്ട് അതൊക്കെ ടി വിയിൽ അനൗൺസ് ചെയ്യുമല്ലോ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുഴുവനായിട്ട് നോക്കിയതാണ്. എനിക്ക് നല്ല ടെൻഷനായി. എല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞു. ഇപ്പോൾ തോറ്റവരുടെ എണ്ണം, ജയിച്ചവരുടെ എണ്ണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ടെൻഷനായി. ഓക്കെ, ഫൈനലി 4 മണിയായപ്പോൾ റിസൾട്ട് വന്നു. പിന്നെ ഒരു 4 മണി തൊട്ട് 6 മണി വരെ എല്ലാവരെയും വിളിച്ച് പറയുന്നതായിരുന്നു. സോ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പുറത്തെ ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ടെൻഷനും സന്തോഷമൊക്കെ കാരണം. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റിസൾട്ട് നോക്കി. ഞാനും അച്ചമ്മയും അമ്മയും നയനയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, അതായത് മാമനും ആൻറ്റിയും അച്ചാച്ചിയും അങ്ങനെ എല്ലാവരും. പിന്നെ ഇങ്ങോട്ട് വിളിച്ചവരുണ്ടായിരുന്നു റിസൾട്ട് വന്നിട്ട്. പിന്നെ ഞാൻ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, എന്താ റിസൾട്ട് എന്നൊക്കെ. ഫുൾ A+ ഇല്ല, ഫുൾ A+ ഇല്ല. 8 A+ഉം 2 Aയും. അല്ല, ഫുൾ A+ ഉണ്ട്. എവിടെയാ? എല്ലാരും സ്വർണ്ണ എന്നെ സ്വർണ്ണക്കൊലിച്ച് സ്വർണ്ണ ഇതായിരുന്നു എൻ്റെ കറക്റ്റ് റിയാക്ഷൻ ഗൈസ്. പക്ഷെ ഇത് കുറച്ചുകൂടെയൊക്കെ എടുക്കാമായിരുന്നു, കറക്റ്റ് റിസൾട്ട് നോക്കുന്ന ഇതൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എടുക്കാൻ പറ്റിയില്ല. കാരണം സന്തോഷവും ടെൻഷനും എല്ലാം കൂടെ ചേർന്നിട്ട് അവസാനം ഒന്നും പറ്റാതെയായി. പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വിളിക്കുന്നു അങ്ങോട്ട് വിളിക്കുന്നു, അങ്ങനെയൊക്കെ കോൾ അറ്റൻഡ് ചെയ്തും ഏകദേശം ഒരു 3-4 മണിക്കൂർ അങ്ങനെ തന്നെ പോയി. സോ നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് തന്നത് മാമനാണ്. ഡ്രസ്സ്, ജീൻസും ടോപ്പും. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോയിൽ റിസൾട്ട് കാണിച്ചില്ലല്ലോ, അപ്പം ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കുക. പിന്നെയും നോക്കുമ്പോൾ ഭയങ്കര ഒരു ആത്മസംതൃപ്തി എന്ന് പറയില്ലേ, അതാണ് സംഭവം. പിന്നെ ഗൈസ്, ഇത് റിസൾട്ടിൻ്റെ പിറ്റേ ദിവസം അമ്മയുടെ വക ചെറിയൊരു ഗിഫ്റ്റ്. കൊലുസ് പൊട്ടിപ്പോയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അമ്മ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഐസ്ക്രീം, പിന്നെ ലഡ്ഡു അടുത്തുള്ള കുറച്ച് പേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡയറി മിൽക്ക് എന്തോ സിൽക്ക്, പിന്നെ മുട്ടായി, ബിസ്ക്കറ്റ്, പിന്നെ അങ്ങനത്തെ എന്തൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ മെയ് 10 അക്ഷയ തൃതീയ ദിവസം നമ്മൾ ചെമ്മണ്ണൂർ ജ്വല്ലറീസ് വരെ പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ അങ്ങനെ ഫുൾ A+ കിട്ടിയവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് പോയപ്പോഴത്തേക്ക് നമ്മൾ ചെയിൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. എനിക്ക് അച്ചാച്ചി അമ്മയും കൂടെ തന്ന ഗിഫ്റ്റാണ് SSLCക്ക് ഫുൾ A+ കിട്ടിയതിൻ്റെ. സോ പിന്നെ നമ്മളൊരു ഹോട്ടലിലൊക്കെ കയറി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു 2-2:30 ആയി. വേറൊരു പണിയും ചെയ്യാനില്ലാത്തത് കൊണ്ട് അമ്മയും എല്ലാവരും കുക്കിങ്ങിലാണ്. ഞാനും നൈനയും മാത്രമേ കൊണ്ട് TVയും വെക്കാൻ പറ്റില്ല, ഫോണിലും അധികം കളിക്കാൻ പറ്റിയില്ല. സോ ഫോണിൽ കളിച്ചൊക്കെ മടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വലുതായിട്ട് പടം വരയ്ക്കാനൊന്നും അറിയില്ല. സോ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് വീടും കുറേ ഇതുമാണ്. ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുളമാക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യുമ്പോഴും പാട്ട് കേൾക്കുന്നത് ഒരു മെയിൻ പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫസ്റ്റ് ഞാൻ തന്നെ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാനും നയനയും പിന്നെ ചേട്ടായിയും. ബിരിയാണി ആയിരുന്നു ആദ്യം ഉച്ചയ്ക്ക്. കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, അധികം പേരൊന്നും ഉണ്ടായില്ല. അടുത്ത എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ്സും പിന്നെ അമ്മയുടെ ചേച്ചിയുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് പേർക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്കും മുറിച്ചു.
ഫോട്ടോ എടുക്കുന്നത് വീഡിയോ ഉണ്ടാക്കില്ലേ? എല്ലാം കട്ട് ചെയ്യേ പെട്ടെന്ന്. ഇതെടുത്ത് എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുത്തോ? ഞാൻ പിന്നെ ഗിഫ്റ്റ്സ് അൺബോക്സിങ്. ഇതൊരു കുടയായിരുന്നു കേട്ടോ. എനിക്ക് 2 കുട കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വേറൊരു ആൻറ്റി ലോക്കറ്റ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഹേർട്ട് ഷേപ്പിൽ. എനിക്ക് ആ ലോക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തൊക്കെയോ എന്തൊക്കെയോ ഗിഫ്റ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ റൂമിൽ കയറി ഫോണിക്കളി തന്നെയായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നപ്പോൾ മെയിൻ പരിപാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ റൂം ഏകദേശം കുപ്പത്തൊട്ടി പോലെ ആയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുമായിരുന്നു. ടേബിളിൽ സ്റ്റേഷനറീസൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇതൊന്ന് റീഓർഗനൈസ് ചെയ്യണം, എന്തെങ്കിലും ഒരു ന്യൂ മേക്ക് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ലൈക്ക് പെൻ ഹോൾഡേഴ്സോ എന്തെങ്കിലും സ്റ്റേഷനറീസ് അങ്ങനെ എസ്തറ്റിക്കായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്. ഞാൻ എന്ത് വിചാരിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എൻ്റെ ടേബിൾ മേക്ക് ഓവർ ഉണ്ടാകുന്നത്. എനിക്ക് ഇത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. വളരെ ഷോർട്ട് വ്ലോഗാണ്. ബട്ട് ബൈ സീ നെക്സ്റ്റ് വീഡിയോ.